നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജു, എന്താ മാഡം? ഈ വീട്ടിൽ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു എന്താണെന്ന് രാജുവിന് അറിയോ? പക്ഷെ മോളെ, ഈ വീടിന്റെ അവസ്ഥ നിനക്കും അറിയാവുന്നതല്ലേ? നിന്റെ ചേട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ നമ്മുടെ എല്ലാവരുടെയും കാര്യം നോക്കുന്നത്. പ്രായമായത് പിന്നെ അച്ഛനെ ആരും പഴയതുപോലെ ടാക്സി ഓടാൻ വിളിക്കാറില്ല. ഇപ്പൊ ആ ഡോക്ടർ സാർ വിളിച്ചതുപോലെ ആരെങ്കിലും ഒന്ന് വിളിച്ചാലായി. അതീന്ന് അച്ഛന് കിട്ടുന്ന വരുമാനം നിന്റെ ചേച്ചിയുടെ ഭർത്താവ് പിടിച്ചു വാങ്ങും. പാവൻ രാജു, നിന്നെ പഠിപ്പിക്കാനുള്ള പണം എവിടുന്ന് എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ചിന്തയിലായിരിക്കും അവൻ. അവൻ നിന്നെ പഠിപ്പിക്കും. മോള് നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി അവൻ കാണിച്ചു തരുന്ന ഒരാളിന്റെ കൈ പിടിച്ച് മോള് ജീവിക്കണം. അതാ ഈ അമ്മയുടെ ആഗ്രഹം. ഞങ്ങളെ വിഷമിപ്പിക്കരുത് മോളെ. ഇതമ്മയുടെ അപേക്ഷയാ. ഇല്ലമ്മേ, ഞാൻ കാരണം ആരും വിഷമിക്കരുത്. ചേട്ടന്റെ കഷ്ടപ്പാടും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും എല്ലാം എനിക്കറിയാം. നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാതെ എന്റെ ആഗ്രഹങ്ങൾ മറക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന. എന്റെ ആഗ്രഹങ്ങൾ എന്റെ മനസ്സിൽ തന്നെ കുഴിച്ചുമൂടാൻ ഞാൻ തയ്യാറാ അമ്മേ. ഇങ്ങനെ വലിയ വാക്കുകള് ഈ അമ്മയോട് പറഞ്ഞ് എന്നെ നീ കൊച്ചാക്കരുത് ശ്രീ. നിന്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് അമ്മയ്ക്കുണ്ട്. പക്ഷെ ഞാനെങ്ങനെ ആ പിള്ളയുടെയും രുക്മിണി ചേച്ചിയുടെ മുന്നിലേക്ക് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലുമെന്ന് ആലോചിക്കുമ്പോ എനിക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ? വേണ്ടമ്മേ, അവരുടെയൊക്കെ മുന്നിൽ പോയി നിന്ന് എന്റെ അമ്മ നാണം കെടണ്ട. മുന്നോട്ട് ചിന്തിക്കാതെ ഞാൻ കാണിച്ചൊരു അബദ്ധമായി ഞാൻ എന്റെ ആഗ്രഹത്തെ കണ്ടോളാം. എനിക്കെന്റെ അമ്മയും ചേട്ടനും അച്ഛനും കുടുംബമാ വലുത്. ചേട്ടന്റെ ആഗ്രഹം പോലെ ഞാൻ ജീവിച്ചോളാം അമ്മ. എന്റെ പൊന്നുമോള് ആദ്യം മുറിയിൽ നിന്ന് പുറത്തു വാ. വന്നെന്തെങ്കിലും കഴിക്ക്. അമ്മേ, സത്യമായിട്ടും അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം പോയോ അമ്മേ? അമ്മയ്ക്ക് മോളോട് ദേഷ്യോ? അമ്മയ്ക്ക് ഒരു ദേഷ്യവും ഇല്ല. അമ്മയ്ക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ മോളുടെ ആഗ്രഹം സാധിച്ചു തരാനുള്ള ആവതില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ അമ്മയ്ക്കുള്ളൂ. ലതിക മാഡം, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? കമൻ രാജു. ആ മാഡം തന്നെയാണോ ഇത്? അതെ, ഇത് ഞാൻ തന്നെയാ. രാജു തന്നെ കളിയൊക്കെ? അയ്യോ, കളിയാക്കിയതൊന്നും അല്ല മാഡം. സാരി കൊടുത്തപ്പോ മാഡം ആളാകെ മാറി. ശരിക്കും സുന്ദരിയായിട്ടുണ്ട്. ഓ, അപ്പൊ സാരിയിലല്ലാതെ എന്നെ കാണാൻ ഭംഗിയില്ലെന്നാണോ രാജു പറയുന്നത്? ഏയ് അല്ല മാഡം. എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. ഓ, സമ്മതിച്ചു മാഡം. താങ്ക്സ് രാജു. അല്ല, ഈ താങ്ക്സ് എന്തിനാന്ന് പറഞ്ഞില്ല? എനിക്ക്
ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം ഇന്ന്. എന്റെ അച്ഛന്റെ കൈകൊണ്ട് എനിക്ക് സമ്മാനം ലഭിച്ചു. അച്ഛന്റെ കൂടെ ഞാൻ കാറിൽ യാത്ര ചെയ്തു. ഇതിന്റെയൊക്കെ ഫുൾ ക്രെഡിറ്റും രാജുന. രാജു എനിക്ക് തന്ന കോൺഫിഡൻസിന്റെ ബലത്തിലാ ഞാൻ പ്രസംഗിച്ചത്. അതെന്താ രാജു കയ്യില്? അത് പിന്നെ മാഡം, ഞാൻ മാഡത്തിനായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നതാ. പക്ഷെ മാഡം എന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങുന്നൊരു സംശയം, അതാ ഞാൻ. എവിടെ കാണിച്ചേ? എന്ത് ഗിഫ്റ്റാ? ഈ പാവപ്പെട്ട രാജു മാഡത്തിന് തരുന്നൊരു എളിയ സമ്മാനം. ഇഷ്ടായില്ലെങ്കിൽ എന്നെ വഴക്ക് പറയരുത്. എന്റെ പൊന്ന് രാജു ഇങ്ങ് തന്നേ. Thank you, Raju. Thank you so much. ഇന്നത്തെ ദിവസം ശരിക്കും ഒരു മാജിക് ആണല്ലോ. ഞാനെന്താ സ്വപ്നം കാണാണോ? രാവിലെ മുതൽ നടക്കുന്നതെല്ലാം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. രാജുവിനെ ശരിക്കും കരയിച്ചു കളഞ്ഞു. മാഡം എന്തിനാ കരയുന്നത്? ഇതൊന്നും അല്ല. ഇതിലും വലിയ സർപ്രൈസ് മാഡത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. മാഡം നോക്കിക്കോ, മാഡത്തിനോടുള്ള വർമ്മ സാറിന്റെ അകൽച്ച ഒക്കെ മാറും. മാഡം ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ല നാളുകൾ മാഡത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങനെയൊക്കെ സംഭവിക്കണേന്ന എന്നും എന്റെ പ്രാർത്ഥന. രാജു, ക്ഷേത്രത്തിലേക്ക് പോവാൻ കാറ് റെഡിയാണോ? റെഡിയാണ് മാഡം. എങ്കിൽ ഞാനിപ്പോ വരാം. ശരി മാഡം, ഞാൻ വർമ്മ സാറിനെ ഒന്ന് കാണട്ടെ. രാജു, എന്താ മാഡം? ഈ വീട്ടിൽ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു എന്താണെന്ന് രാജുവിനറിയോ? ഇല്ല. രാജു തന്ന ഈ ഗിഫ്റ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.